ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് വീണ്ടും കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ കർത്താവ് തന്ന വിലയേറിയ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ കർത്താവിൻ്റെ സന്നിധി പാസ്റ്റർ യാത്രയിലായിരിക്കുന്നല്ലോ. കർത്താവ് ദാസനെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് നാം ഈ സഭ ലീഡ് ചെയ്യുവാനായിട്ട് കർത്താവ് ഒരിക്കൽ കർത്താവിൻ്റെ ദാസൻ വിജയ പാസ്റ്റർ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കടന്നു വന്ന എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞു, ഇന്ന് സങ്കീർത്തനത്തിൽ നിന്ന് പറയുന്നില്ല, കർത്താവിൻ്റെ ദാസൻ തന്നെ അത് കൈകാര്യം ചെയ്യണമെന്ന് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിന്ന് സങ്കീർത്തനത്തിൽ നിന്ന് പറയാനാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് രണ്ടും കൂടെ ചേർത്ത് ഒരു മെസ്സേജ് അങ്ങ് പാകുന്നു പറഞ്ഞു. അങ്ങനെയാണ് 29-ാം സങ്കീർത്തനം വായിക്കാൻ ഇടയായത്. കർത്താവിൻ്റെ ദാസൻ അതിൻ്റെ അവസാനം വായിച്ച ആ വാക്യം ആരെങ്കിലും ശബ്ദമുയർത്തി ഒന്ന് വായിക്കാം. സാംസ് 29 ലാസ്റ്റ് വേർഡ് 21. യഹോവ തൻ്റെ ജനത്തിന് ശക്തി നൽകും. യഹോവ തൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. ശക്തിയെക്കുറിച്ച് നമുക്ക് പല ഡെഫിനിഷൻസ് അറിയാം. എന്നാൽ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. ശക്തിയില്ലാത്ത ഒരു വ്യക്തിക്ക്, ഒരു രാജ്യത്തിന്, അല്ലെങ്കിൽ ശക്തിയില്ലാത്ത ഏതിനും അവൻ്റെ അനുഗ്രഹത്തെ പ്രാപിക്കാൻ കഴിയത്തില്ല. ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്ന യഹോവ തൻ്റെ ജനത്തിന് ശക്തി നൽകും. അപ്പം അവിടെ രണ്ട് ജനത്തെ കാണാം. ഒന്ന് തൻ്റെ ജനം, തൻ്റേതല്ലാത്ത ജനം. എന്തിനാ ദൈവം തൻ്റെ ജനത്തിന് ശക്തി നൽകുന്നത്? ഇവിടെ പറയുന്നത് തൻ്റെ ജനത്തിന് ശക്തി നൽകും, അവനവരെ അനുഗ്രഹിക്കും. അതിൻ്റെ അർത്ഥം ശക്തിയില്ലാത്തവന് അവൻ്റെ അനുഗ്രഹം പ്രാപിപ്പാൻ കഴിയില്ല. നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ ശ്രദ്ധിച്ച്, ലോകത്തിൽ ഏറ്റവും കൂടുതൽ, എൻ്റെ ചിന്ത ശരിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു, ഈ ഓയിൽ, എണ്ണ ഏറ്റവും കൂടുതലുള്ള രാജ്യങ്ങളാണ് ഈ ഇറാഖും ഇറാനൊക്കെ, അല്ലേ? റൈറ്റ്. പക്ഷേ ഏറ്റവും കൂടുതൽ പട്ടിണി കിടക്കുന്നത് ആ രാജ്യത്താണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് നോക്കിയേ, ഏറ്റവും കൂടുതൽ സമ്പന്നമായ സാധനം ഇരിക്കുന്ന രാജ്യത്ത് അവർ പട്ടിണി കിടക്കുക. അതിന് കാര്യം എന്നറിയാമോ? അവരതിനകത്തുനിന്ന് എടുക്കണമെങ്കിൽ ആരനുവാദം കൊടുക്കണം? അമേരിക്ക അനുവാദം കൊടുക്കണം. അമേരിക്ക പറയുകയാണ് ഇത്രയും എടുക്കാവൂ, ഇത്രയും കൂടുതൽ എടുക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് അമേരിക്കയെ ഇവർക്ക് ജയിക്കാൻ കഴിയാതെ പോയത്? ഒറ്റ കാര്യമേ ഉള്ളൂ. അമേരിക്കയെക്കാട്ടൊരു ശക്തി അവർക്കുണ്ടായിരുന്നെങ്കിൽ അവരെന്ത് പറഞ്ഞേനെ? ഞങ്ങളിത് എടുക്കണോ എടുക്കണ്ടയോ എന്ന് ഞങ്ങൾ തീരുമാനിക്കാം എന്ന് പറഞ്ഞേനെ. പ്രൈസ് ദി ലോർഡ്. എന്താ അതിൻ്റെ അർത്ഥം? ഞാൻ ഈ സ്ലോയിൽ പറയുന്നത് നിങ്ങൾ കുഞ്ഞുങ്ങളെ കൊണ്ടൊന്ന് മനസ്സിലാക്കാനാ. എന്താണ് അതിൻ്റെ അർത്ഥം? ശക്തിയില്ലെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, അനുഗ്രഹം നമുക്ക് പ്രാപിപ്പാൻ കഴിയത്തില്ല. സ്തോത്രം. അതുകൊണ്ട് ദൈവം പറയുകയാണ്, എൻ്റെ ജനം അനുഗ്രഹിക്കപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇരിക്കുന്ന എത്ര പേര് ധൈര്യത്തോടെ പറയാം, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ജനമാണ്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിൻ്റെതാണെന്ന് ഉറപ്പിച്ച് പറയാനുള്ളവരൊന്ന് സ്തോത്രം പറഞ്ഞിരിക്കുന്നത് വചനം കേൾക്കുമ്പോൾ ഒന്ന് ആത്മാവിലൊന്ന് സ്തോത്രം പറയാൻ കഴിയുന്നവരൊന്ന് സ്തോത്രം പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ ജനം, എൻ്റെ ജനം. ആമേൻ. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ ഇരിക്കുന്ന നമ്മൾ എപ്പോഴും നമ്മൾ പറയുന്നുണ്ട്, ആമേൻ, കർത്താവേ നീ എൻ്റെ ദൈവമാ, നീ എൻ്റെ ദൈവമാ. ദാവീദ് പറഞ്ഞു, ആമേൻ, നീ എൻ്റെ ദൈവം, നീ എൻ്റെ ദൈവം. നമ്മളെല്ലാവരും പറയുന്നു ദൈവം എൻ്റെ ദൈവമാണെന്ന്. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ അങ്ങോട്ട് പറഞ്ഞാൽ പോരാ, അങ്ങോട്ട്
അങ്ങോട്ട് പറഞ്ഞാൽ പോരാ, ദൈവം ഇങ്ങോട്ട് പറയണം നമ്മൾ ദൈവത്തിൻ്റെതാണെന്ന്. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ടാണ് എടുക്കണ്ട, എബ്രായലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനൊരു വാക്യമുണ്ട്, ഞാൻ അവരുടെ ദൈവമെന്ന് പറയാൻ ലജ്ജിക്കുന്നില്ല. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ദൈവം പ്രസംഗിക്കുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങളെ നോക്കിക്കൊണ്ട് ഇന്ന് പകൽക്കാലം പറയുമോ, അവൻ്റെ ദൈവമാണ് ഞാൻ, അവൻ്റെ ദൈവമാണ് ഞാനെന്ന് പറയാൻ നിനക്ക് പറ്റുമെങ്കിൽ ധൈര്യത്തോടെ ഞാൻ ഒരു കാര്യം പറയാം. ഇന്ന് പകലത്തെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രത്യേക ശക്തി നിന്റെ മേൽ ദൈവം അയക്കാൻ പോകുകയാണ്. അത് റിസീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ മൗനമായിരിക്കരുത്, അവർ വായടച്ചിരിക്കരുത്, അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. കാര്യമെല്ലാം ചോദിച്ചാൽ സ്തുതിക്കുന്നവരുടെ മേലാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാര്യമേ ദൈവത്തെ സ്തുതിച്ചേ, ഉച്ചത്തിലൊന്ന് സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. എവിടെ പറയുക, യഹോവ തൻ്റെ ജനത്തിന് ശക്തി നൽകും. എന്താണ് ഈ തൻ്റെ ജനത്തിന് ശക്തി നൽകുന്നത്? പറയാം. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമുക്ക് വരുമ്പോൾ നമുക്കൊരു കാര്യം അവിടെ കാണാം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് അനുഗ്രഹത്തിനകത്തോട്ട് സൃഷ്ടിച്ചത്. അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വന്നാട്ട്, 1-ാമത്തെ അധ്യായം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിന് 1-ാമത്തെ അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? ദൈവം പറയുകയാണ്, നമ്മുടെ സ്വരൂപ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. എന്നിട്ട് താഴോട്ട് എഴുതിയിരിക്കുന്നത് അവൻ സകലത്തിൻ്റെ മേലും വാഴട്ടെ എന്ന് പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിച്ചേ. അപ്പോൾ ഒന്നാമത് ദൈവം മനുഷ്യന് കൊടുത്ത അധികാരം, അനുഗ്രഹം എന്നു ചോദിച്ചാൽ സകലത്തിൻ്റെ മേലും വാഴുവാനുള്ള അധികാരം. പ്രൈസ് ദി ലോർഡ്. അന്ന് 2-ാം അധ്യായത്തിൻ്റെ ഒന്ന് വായിച്ചാട്ടെ. 2-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. 15-ാമത്തെ വാക്യം. ഏദൻ തോട്ടത്തിൽ, അപ്പോൾ ഒന്ന് വെച്ചാൽ സകലത്തിലും വാടുവാനായി മനുഷ്യനെ സൃഷ്ടിച്ച് വെച്ചിട്ട് അവിടെ എഴുതിയിരിക്കുക. ഇപ്പോൾ ഏദൻ തോട്ടത്തിൽ കൊണ്ടുപോയി എന്ത് ചെയ്തു? വേല ചെയ്യാൻ. അപ്പോൾ വേല ചെയ്യണമെന്ന് പറഞ്ഞത് ആരാ? ദൈവം. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ഇടയ്ക്ക് ഒന്ന് റെസ്പോണ്ട് ചെയ്തു. നിങ്ങളേതായാലും ഉറക്കെ സ്വോത്രം എന്ന് പറയുന്നില്ലെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്ത് ഞാൻ ടീച്ചിങ്ങിൽ വിളങ്ങ് പോവാം, അല്ലെങ്കിൽ പ്രസംഗമായി കഴിഞ്ഞാൽ ശരിയാകത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവിടെ ശ്രദ്ധിച്ച്, പ്രൈസ് ദി ലോർഡ്. എന്താ പറഞ്ഞത്? എന്താ? തോട്ടത്തിൽ വേല ചെയ്യാൻ, കൾട്ടിവേറ്റ് ചെയ്യാൻ. അപ്പം വേല ചെയ്യണമെന്ന് ആഗ്രഹിച്ചത് ആരാ? ദൈവമാണ്. അപ്പോൾ വേല ചെയ്യണമെങ്കിൽ എന്തോ ഉണ്ടാകണം? ആരോഗ്യമുണ്ടാകണം. അപ്പോൾ ദൈവം മനുഷ്യൻ എന്തു കൊടുത്തു? ആരോഗ്യം കൊടുത്തു. അപ്പോൾ ദൈവം അവന് കൊടുത്തത് 1-ാമത്തെ അനുഗ്രഹം സകലത്തിൻ്റെ മേൽ വാഴാനുള്ള അധികാരം. 2-ാമത് അവന് കൊടുത്തു വേല ചെയ്യാനുള്ള പവർ. വേല ചെയ്യണമെങ്കിൽ ആരോഗ്യം വേണം. അടുത്ത വാക്ക് പറഞ്ഞ്. 2-ാമത് അതിനെ സൂക്ഷിക്കാൻ, അതിനെ കാക്കണം, കീപ് ഇറ്റ്, അതിനെ സൂക്ഷിക്കണം. പിന്നെ സകല വൃക്ഷങ്ങളുടെ ഫലം എങ്ങനെ തിന്നാം? ഇഷ്ടം പോലെ തിന്നാം. അപ്പോൾ ദൈവം മനുഷ്യന് കൊടുത്ത അനുഗ്രഹം എന്തൊക്കെയാണെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. ഒന്ന് സകലത്തിൻ്റെ മേലും വാഴാനുള്ള അധികാരം. 2 അവൻ ജോലി ചെയ്യാനുള്ള അവകാശം. 3 ജോലി ചെയ്യാനുള്ള ആരോഗ്യം. 4 അവൻ സൂക്ഷിക്കാൻ, അവൻ ഏൽപ്പിച്ചതിനെ സൂക്ഷിക്കാനുള്ള അവകാശം. 5 സകലവും ഇഷ്ടം പോലെ തോട്ടത്തിലുള്ളത് കഴിക്കാം. എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ കഴിക്കാം. ഒന്ന് ഓർത്ത് വയ്ക്ക്, എന്തൊരു സന്തോഷമല്ലേ, എന്തൊരു അനുഗ്രഹമാണ്. ഇതാണെന്ന് ദൈവം മനുഷ്യന് കൊടുത്തത്. എന്നാൽ ഇത് മനുഷ്യന് കൊടുത്തപ്പോൾ അവൻ ഈ തോട്ടത്തിൽ ദൈവത്തിനെതിരായി നിൽക്കുന്ന ഒരുവനുണ്ട്. അവൻ്റെ പേരാണ് പിശാച്. നമ്മളവിടെ താഴോട്ട് വായിക്കും പറയാം, ഇവിടെ എന്തിനാ കാക്കണമെന്ന് ദൈവം പറഞ്ഞെന്നറിയാമോ? ദൈവം പറഞ്ഞു, ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഇത് കാക്കേണ്ട കാര്യം, നിനക്ക് തന്നെ അനുഗ്രഹത്തെ പിടിച്ചു പറിച്ചു കൊണ്ട് പോകുവാൻ, നിന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കുവാൻ ഇവിടെ ഒരുവനുണ്ട്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? നീ അതിനെ സൂക്ഷിച്ചേ മതിയാകൂ. ഇല്ല എങ്കിൽ നിന്റെ അനുഗ്രഹം നിനക്ക് നഷ്ടപ്പെട്ടു പോകും.
പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഉണ്ടോ ഇവിടെ വലിയൊരു നിന്റെ അനുഗ്രഹം നിനക്ക് നഷ്ടപ്പെട്ടു പോകും, അവിടെ സൂക്ഷിച്ചോളമെന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു കാര്യം പറഞ്ഞു, എന്തോ സൂക്ഷിക്കേണ്ടത്? ഇവിടെ നന്മയും തിന്മയുമുള്ള വൃക്ഷഫലമുണ്ട്, ഇപ്പോൾ നീ അത് തിന്നണ്ട. പലരും ദൈവം മനുഷ്യനെ ഫ്രീനെസ്സിലാണ് സൃഷ്ടിച്ചെന്ന് പറയും. അങ്ങനെ ഫ്രീയിലല്ല സൃഷ്ടിച്ചത് കേട്ടോ. മനുഷ്യന് ഫ്രീനെസ് ഉണ്ട്, എന്ത് വേണമെങ്കിൽ ചെയ്യാൻ ഫ്രീ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം അവിടെ കൊടുത്തപ്പോൾ പറഞ്ഞു, എല്ലാം തിന്നാം, പക്ഷെ എന്ത് തിന്നരുത്? നന്മ തിന്മ എന്ന് പറഞ്ഞാൽ അവിടെ എന്തുണ്ട്? നന്മയുമുണ്ട് തിന്മയുമുണ്ട്. പക്ഷേ ദൈവം പറഞ്ഞു, ഒരു പക്ഷേ ചിലപ്പം കുറച്ച് കഴിഞ്ഞിട്ട് ഇവന് കൊടുക്കാനായിരിക്കും. ഇങ്ങോട്ട് എന്നെ സൃഷ്ടിച്ചുടനെ കൊടുക്കാൻ. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ജനിച്ച് ഇങ്ങോട്ട് വരുന്ന ഉടനെ ഈ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ നമുക്കറിയാമല്ലോ, പിച്ചാത്തി കയ്യിലെടുക്കുകയാണെങ്കിൽ നമ്മൾ ഇരിക്കട്ട് കൊഞ്ഞെന്ന് പറഞ്ഞ് കൊടുക്കുമോ? ഇല്ല, കൊടുക്കത്തില്ല. എന്നാൽ 18 വയസ്സായ കൊച്ചിൻ്റെ കത്തി കൊടുത്തിട്ട് പറയും, അരിഞ്ഞുകൊണ്ട് വാടി കൊച്ചെന്ന് പറയും. ഫ്രീസലോ എല്ലാവരും എന്നാ കാര്യം? അവൻ സമയമാകുമ്പോൾ കൊടുക്കാനായിരിക്കാം ദൈവം പ്ലാൻ ചെയ്തത്. പക്ഷെ അതുകൊണ്ട് പറഞ്ഞു, നീ ഇപ്പോൾ ഇത് തിരിച്ചറിയണ്ട എന്ന് പറഞ്ഞപ്പോൾ മനുഷ്യനെ സാത്താൻ അവിടെ ചതിക്കാൻ തുടങ്ങി. എങ്ങനെ? ദൈവം പറഞ്ഞില്ലേ നീ ഫ്രീനെസ് ആകണ്ടെന്ന്, പക്ഷെ ഞാൻ നിന്നെ ഫ്രീ ആക്കി വിടാം. നന്മയും തിന്മയും തിരിച്ചറിയാൻ നിനക്ക് ഞാനൊരു കഴിവ് തരാം. അതുകൊണ്ട് അന്ന് ദൈവത്തെ അനുസരിക്കാതെ തിന്നരുതെന്ന് പറഞ്ഞ വൃക്ഷത്തിൻ്റെ ഫലം എന്ത് ചെയ്തു? പറിച്ചു തിന്നു. അപ്പോൾ അവന് കണ്ണു തുറന്ന് നന്മയും തിന്മയും തിരിച്ചറിഞ്ഞു. അപ്പോൾ ഒരു കാര്യം ഓർക്കണമേ, അതുകൊണ്ടാണ് ഇന്ന് ചിലരൊക്കെ ഈ ദൈവത്തിൻ്റെ മുൻനിർണയത്തെക്കുറിച്ച് പറയുമ്പോൾ പഠിപ്പിക്കും, അതൊരു വിഷയമാണ്. മുൻനിർണയത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ നമ്മൾ പറയും, ദൈവം നേരത്തെ എല്ലാം നിർണയിച്ച് വെച്ചിരിക്കുകയല്ലേ, ഞാൻ അങ്ങനെ പോകത്തുള്ളൂ. ദൈവം നിർണയിച്ച് വെച്ചിരിക്കുന്നെങ്കിലും അത് എടുക്കണോ വേണ്ടയോ എന്നുള്ള ചോയ്സ് ദൈവം നിനക്ക് തന്നിരിക്കുക. എന്നാ കാര്യം? ഈ നന്മ തിന്മ ദൈവം തരുന്നതിന് മുമ്പ് നമ്മൾ തിന്നതുകൊണ്ട് അന്ന് ദൈവം പറഞ്ഞു, ഇനി നന്മയും നിന്മയും നീ തന്നെ അങ്ങ് തിരഞ്ഞെടുത്തു. ഞാനിവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ നിങ്ങൾക്ക് വേണേ രക്ഷിക്കപ്പെടാം, നിങ്ങൾക്ക് വേണ്ടി രക്ഷിക്കപ്പെടണ്ട, നിങ്ങൾക്ക് വേണേൽ ഇത് ഏറ്റെടുക്കാം, നിങ്ങൾക്ക് വേണ്ടി ഏറ്റെടുക്കാം. ദൈവം വന്ന് ഇതിനെ ചെയ്യത്തില്ല. എന്നാ കാര്യം? ദൈവം പറഞ്ഞു, നീ തന്നെ തിരഞ്ഞെടുത്തതാ നന്മയും തിന്മയും, അതുകൊണ്ട് നീ തന്നെ എൻ്റെ റിസൾട്ട്. നന്മ എടുക്കുന്നവൻ നന്മയുടെ റിസൾട്ട്, തിന്മ എടുക്കുന്നവൻ തിന്മയുടെ റിസൾട്ട്. ദൈവം ഇന്റർഫിയർ ചെയ്യാൻ വരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് ഈ വചനം കേൾക്കുന്നതോടെ ഞാൻ ഒരു കാര്യം പറയാം, വാസ്തവമായി രക്ഷിക്കപ്പെടാതെ ഇരിപ്പുണ്ടെങ്കിൽ. അപ്പം നിങ്ങൾ ചോദിക്കും, അയ്യോ സ്നാനപ്പെട്ടേച്ചിരിക്കുന്ന പെന്തിക്കോസുകാരുടെ ഇടയിലല്ലേ ഞാൻ പ്രസംഗിക്കുന്നതെന്ന്. ആന്നു എനിക്ക് ധൈര്യമുണ്ട്. ഞാൻ യൗവനക്കാർ കുഞ്ഞുങ്ങളോട് ചില ചോദിക്കും, മോനെ ഞാൻ രക്ഷിക്കപ്പെട്ടാണോ എന്ന് ചോദിക്കുന്നവർ പറയും, അങ്കളെ ഞാൻ സ്നാനപ്പെട്ടതാണ്. ഞാൻ നിന്നോട് ചോദിച്ചില്ലല്ലോ സ്നാനപ്പെട്ടാണോ എന്ന്. സ്തോത്രം. ഇവിടെ രക്ഷിക്കപ്പെട്ടാണെന്ന് ചോദിച്ചാൽ സ്നാനപ്പെട്ടാന്ന് പറയുന്ന പുള്ളികളെ എങ്ങനെ നോക്കുന്നത്? ഫ്രീസലോ. അവസാനം രക്ഷയെക്കുറിച്ച് പറഞ്ഞ് പഠിപ്പിച്ച് കഴിയുമ്പോൾ സ്നാനപ്പെട്ട പിള്ളേരിരുന്ന് കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം, യഥാർത്ഥമായ രക്ഷ അകത്തു വന്നവൻ വചനം കേൾക്കുമ്പോൾ അവൻ അടങ്ങിയിരിക്കത്തില്ല. ഈ വചനമാണ് നിന്നെ വിടുവിക്കുന്നത്, വചനമാണ് റിസീവ് ചെയ്യുന്നത്. വചനം റിസീവ് ചെയ്യുമ്പോഴാണ് അത്യന്ത ശക്തി വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതുകൊണ്ട് ഒരു കാര്യം ഓർക്കണമേ, ദൈവം കൊടുത്തതിനെ പിശാചു പറിച്ചോണ്ട് പോയി ഈ മനുഷ്യൻ്റെ കയ്യിൽ നിന്ന്. സ്തോത്രം, ഹല്ലേലൂയ. ഇനി പിശാച് പറഞ്ഞു, നിങ്ങൾക്ക് ഈ നന്മ വേണമെങ്കിൽ ഞാൻ തരാം. കർത്താവിനോട് പോലും പറഞ്ഞു, എന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. ഈ അധികാരമെല്ലാം എൻ്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്നു, എനിക്ക് മനസ്സുള്ളവന് കൊടുക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ദൈവം മനുഷ്യരെന്ന അധികാരം, സകലത്തിൻ്റെ മേൽ വാഴാനുള്ള അധികാരം അതങ്ങ് നഷ്ടപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിനു മുമ്പായിരുന്ന സിംഹത്തോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ ഇത് വരുമായിരുന്നു. പക്ഷെ ഇപ്പം സിംഹത്തോട് ഇങ്ങോട്ട് പറഞ്ഞാൽ വരും, പക്ഷെ നമ്മളെ കൊണ്ട് തിരിച്ചു പോകത്തുള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ. പോയ പോക്ക് കണ്ടോ? ഹല്ലേലൂയ. അവൻ അതിനു മുമ്പ് അവൻ ആരോഗ്യമുണ്ടായിരുന്നു. ഏത് വേണമെങ്കിലും കൃഷി ചെയ്യാം, ഏത് വേണമെങ്കിലും ചെയ്യാം, ആരോഗ്യമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ആകെപ്പാട് ഇച്ചിരി ചെയ്ത് കഴിയുന്ന പറയും, അയ്യോ എനിക്ക് അനങ്ങാൻ വയ്യേ. ഹല്ലേലൂയ. എൻ്റെ ആരോഗ്യം പോയേ. അല്ലേ? എത്ര പേര് പറയുന്നത്? എന്താ കാര്യം? അവൻ്റെ ആരോഗ്യത്തെ പിശാച് നഷ്ടപ്പെടുത്തി. ഇവിടെ ഇരിക്കുന്നവരൊക്കെ ജോലി ചെയ്യുന്നവരാ. അയ്യോ എത്ര പരാതി പറയുന്നുണ്ട്, അയ്യോ
അറിയോ? എങ്ങനെ കഴിക്കാനും വയ്യ, കുടിക്കാനും വയ്യ, എന്നാ കാര്യം? നമ്മുടെ ആരോഗ്യത്തെ അവനങ്ങ് പിടിച്ചു പറിച്ചുകൊണ്ട് പോയി. ആരോഗ്യത്തെ പിടിച്ചു പറിച്ചുകൊണ്ട് പോയ ജോലി ചെയ്യുന്നവൻ അറിയാം, ആരോഗ്യത്തെ കൊണ്ടുപോയി. അതുമാത്രമാണോ, സൂക്ഷിക്കാനുള്ള നമ്മുടെ കപ്പാസിറ്റി അവൻ ഇല്ലാതാക്കി. നമ്മെ തന്നെ സൂക്ഷിക്കണമെന്ന് ദൈവം പറഞ്ഞു. പക്ഷേ നമ്മെ സൂക്ഷിക്കാതെ പിശാചിന്റെ പിടിയിലേക്ക് പൊക്കോണ്ടിരിക്കുകയാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അടുത്തത് അവൻ പറഞ്ഞു എല്ലാം തിന്നാമെന്ന് പറഞ്ഞു. ഇപ്പൊ നമുക്ക് തിന്നാൻ പറ്റുമോ? നല്ല കളിയായി. അവൻ ഓരോന്ന് കാണുമ്പോഴേ ഷുഗറേ. പ്രൈസ് ദി ലോർഡ്. അതിനകത്ത് ഷുഗറുണ്ടോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ വായിക്ക് കത്തി വെച്ചിരിക്കുക. എവിടെ? പ്രായമുള്ളവർക്കല്ലെന്നേ, 30-40 വയസ്സൊക്കെ. എന്തിനാ? കഴിഞ്ഞ ദിവസം പറഞ്ഞു കേട്ടു, 20 വയസ്സുള്ള കൊച്ചിന് ഷുഗറെന്നും, 5 വയസ്സുള്ള കൊച്ചിന് ഹാർട്ട് അറ്റാക്ക് എന്നും. കേട്ടോ പറഞ്ഞത്? എന്നെ കേൾക്കുന്ന സഹോദരങ്ങളാ, നമുക്ക് കിട്ടേണ്ട നന്മകൾ അവൻ പിടിച്ചു പറിച്ചുകൊണ്ട് പോയേച്ച് നമ്മളെ ചപ്പും ചവറുമാക്കി വിട്ടിരിക്കുക. ഇതിനകത്തു വന്നിരുന്നിട്ട് കാര്യമില്ല. ഇനി ഒറ്റ മാർഗമേ ഉള്ളൂ, ഇത് തിരിച്ചു പിടിക്കണം. എത്ര പേർക്ക് ധൈര്യമുണ്ട്? ഇത് തിരിച്ചു പിടിക്കണം. അതിനാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിന് ദൈവം പറഞ്ഞു, ഇത് തിരിച്ചു പിടിക്കണമെങ്കിൽ 2 മാർഗത്തിൽ ഇതിനെ തിരിച്ചു പിടിക്കാം. ഹല്ലേലൂയ. ഉണ്ടോ എല്ലാവരും ഇവിടെ? ഉറങ്ങുന്നവർ വല്ല വേണ്ടി ഒരു ഒച്ചത്തിൽ സ്വതന്ത്രം പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിച്ച 2 മാർഗത്തിൽ തിരിച്ചു പിടിക്കാം. ഞാൻ ഈ സ്ലോയിൽ പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഉറങ്ങിപ്പോകരുത്. അതിനിടയ്ക്ക് ഞങ്ങൾ ഈ സ്വോത്രം പറയിപ്പിക്കുന്നത്. ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഒത്തിരി സ്വോത്രത്തിൻ്റെ മെസ്സേജ് അല്ല കൊടുക്കുന്നത് ഈ ദിവസങ്ങളിൽ. അതുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ കണ്ണിൽ നോക്കുന്നുണ്ട്. എനിക്കറിയാം വലിയൊരു ഉറങ്ങുന്നുണ്ടോ. നിങ്ങളെല്ലാം പിടിച്ചു വെച്ചാൽ ഞാൻ മെസ്സേജ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവൻ ശ്രദ്ധിച്ച് 2 മാർഗത്തിൽ തിരിച്ചു പിടിക്കാം. ഒന്ന്, പ്രൈസ് ദി ലോർഡ്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇവിടെ ഒരു മുമ്പിലൊരു കുഞ്ഞിരിപ്പുണ്ട്. അവൾ എന്തൊക്കെ എഴുതിക്കൊണ്ടിരിക്കുക. കാര്യമായിട്ട് എൻ്റെ മെസ്സേജ് തോന്നുന്നു. ആയിക്കോട്ടെ, പ്രൈസ് ദി ലോർഡ്. ഇപ്പം ഞാൻ അങ്ങോട്ട് ഓടിച്ചെന്നിട്ട് ആ കുഞ്ഞിൻ്റെ ആ പേന അഞ്ഞു മേടിക്കാതിരിക്കട്ടെ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ പേന അഞ്ഞു മേടിച്ചു. അവൾ എങ്ങനെ തിരിച്ചു മേടിക്കേണ്ടതെന്ന്? പ്രൈസ് ദി ലോർഡ്. അവൾ അവിടെ ഇരുന്നിട്ട് കരയും. ഇപ്പോഴത്തെ പിള്ളേരൊന്നും കരയത്തില്ല, എന്നാൽ ഇച്ചിരി കൊച്ചാണെങ്കിൽ നിന്ന് കരയും. പ്രൈസ് ദി ലോർഡ്. കരഞ്ഞിട്ട് അമ്മയുടെ മുഖത്തോട്ട് നോക്കും. പ്രൈസ് ദി ലോർഡ്. അമ്മേനെ അങ്കിള് പേനായും കൊണ്ടുപോയി. പ്രൈസ് ദി ലോർഡ്. എങ്ങനെ? അപ്പോൾ അമ്മയെ എൻ്റെ മുഖത്തോട്ട് നോക്കും, കൊച്ചിന് കൊടുക്കണോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പക്ഷേ കൊച്ചിരുന്ന് കുറച്ച് നേരം കരഞ്ഞപ്പോൾ എനിക്കൊരു മനസ്സലിവ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ കരച്ചിൽ കണ്ടപ്പോൾ ഒരു മനസ്സലിവ് ഞാൻ കൊണ്ടുവന്ന് അതങ്ങ് കൊടുക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ കൊച്ചെങ്ങനെയാണ് മേടിച്ചെന്നറിയാമോ? കരഞ്ഞ് മേടിക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സാത്താൻ്റെ ഇത് തിരിച്ചു മേടിക്കാൻ ഒരു മാർഗമുണ്ട്. അവനോട് കരഞ്ഞ് പ്ലീസ് ചെയ്തുകൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ലോകത്തിലുള്ള അനേകർ അങ്ങനെ സമയങ്ങളിൽ അവനെ പ്ലീസ് ചെയ്ത്, എൻ്റെ സഹോദരൻ എന്നെ ഉപദ്രവിക്കരുത്, എൻ്റെ ജോലിക്ക് പ്രശ്നമുണ്ടാക്കരുത്, എൻ്റെ സമ്പത്തിന് പ്രശ്നമുണ്ടാക്കരുത്, എൻ്റെ ബിസിനസ്സിന് പ്രശ്നമുണ്ടാക്കരുത്, എല്ലാ വർഷവും ഞാൻ തരേണ്ടത് കൊണ്ടൊക്കെ തന്നേക്കാമെന്നും പറഞ്ഞ് ഇവനെ ഇങ്ങനെ പ്രസാദിപ്പിച്ചുകൊണ്ട് അവരുടെ ബിസിനസ് വർദ്ധിപ്പിക്കുന്നു, അവരുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നു, അവരെങ്ങനെ സുഖിച്ച് ജീവിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഒരു മാർഗത്തിൽ അങ്ങനെ അത് തന്നെയാണ് സാത്താൻ യേശുവിനോട് പറഞ്ഞ് ഇങ്ങനെ ലോകം മുഴുവനെ പ്ലീസ് ചെയ്ത് മേടിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ ലോകത്തിൻ്റെ ഉടയവനായ യേശു വന്നപ്പോൾ യേശുവിനോട് അവൻ പറയാ, നീ നോക്കിക്കേ, ഇവനെല്ലാം പ്ലീസ് ചെയ്താ എൻ്റെ നിന്ന് മേടിക്കുന്നത്, ഞാൻ നിനക്ക് തരാം, നീ എന്നെ ഒന്ന് വണങ്ങിയാൽ മതി. ആരും സ്വോത്രം പോലും പറഞ്ഞില്ല ഇവിടെ. സ്വോത്രം, ഹല്ലേലൂയ. എല്ലാവരോടും പറഞ്ഞ പോലെ കയറി യേശുവിനോട് പറഞ്ഞു. യേശു പറഞ്ഞ് കയ്യിലിരിക്കട്ടെടാ. പ്രൈസ് എന്നാ കാര്യം? യേശുവിൻ്റെ മുമ്പിൽ മാത്രം ഇത് എൻ്റേതാണെന്ന് അവൻ പറഞ്ഞില്ല. അവന് നിങ്ങൾക്ക് ആ ഭാഗം നിങ്ങൾക്കറിയാം. ആ യേശുവിൻ്റെ പരീക്ഷ വരുമ്പോൾ അവൻ പറയുന്നതെന്നറിയാമോ? ഈ സകല അധികാരവും എല്ലാം ക്ഷണനേരം കൊണ്ട് കാണിച്ചെന്ന്. ഓ, ഹലോ, ഉണ്ടോ ഇവിടെ എല്ലാവരും? ഉണ്ടവരെന്ന് സ്വതന്ത്രം പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കിയ ലോകത്തിലെ സകല രാജ്യങ്ങളെയും ക്ഷണനേരം കൊണ്ട് കാണിച്ചെന്ന്. അതെങ്ങനെ കാണിക്കാൻ പറ്റുന്നത്? വിജയ ഭാഷ എങ്ങനെ ഭാഷ കാണിക്കാൻ പറ്റുന്നത്? പ്രൈസ് ദി ലോർഡ്. ക്ഷണനേരം കൊണ്ട് കാണിക്കാൻ പറ്റുമോ? പറ്റൂ. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങളെ കാണിക്കാൻ ക്ഷണനേരം കൊണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇപ്പം ഇവിടെ പ്രസംഗം കേട്ടോണ്ടിരിക്കുക ശരിക്കും നിങ്ങൾ. എന്നാൽ നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിൽ നിന്ന് പോയിച്ചു വന്നേ. പെട്ടെന്ന് പോയിച്ചു വാ. സ്വതന്ത്രം പോയോ? നീ പോരണേ, അവിടെ ഇരിക്കരുതേ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ഓഫീസിലൊന്ന് പോയിച്ചു വന്നേ. ഓഫീസിൽ. പ്രൈസ് ദി ലോർഡ്. പോയോ? ഓഫീസിൽ നിങ്ങൾ ഇരിക്കുന്ന ചെയറിൻ്റെ അടുത്തൊന്ന് പോയിച്ചു വന്നേ. പോയി. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ അമ്മ വീട്ടിലൊന്ന് പോയിച്ചു വന്നേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ പറഞ്ഞിടത്തെല്ലാം പോയി അല്ലേ? എന്നാൽ ചൈനയ്ക്കൊന്ന് പോയിച്ചു വന്നേ. ചൈനയിൽ പോയിരുന്നു കൈവയ്ക്ക്. അതിനെ ചൈനയിൽ പോകാൻ.
പറഞ്ഞ് മനസ്സിലായോ? ഇതിനൊരർത്ഥമാണ് പറയുന്നത്. ഇവർ യേശുവിനെ ക്ഷണനേരം കൊണ്ട് കാണിച്ചെന്ന് പറഞ്ഞാൽ ഈ ഭൂമി മുഴുവൻ ഊടാടി സഞ്ചരിച്ച സാത്താൻ അറിയാം ഇത് മുഴുവൻ മുക്കുമൂല എവിടാണെന്ന്. രണ്ടാമത് ഇവിടെ നിൽക്കുന്ന ആരാന്നറിയാമോ? ഇതിൻ്റെ ഉടയവനാ. അപ്പോൾ യേശുവിനും അറിയാം ഇതിൻ്റെ മുക്കുമൂലയും. അതുകൊണ്ട് രണ്ടുപേര് ക്ഷണനേരം കൊണ്ട് കാണിച്ചേച്ച് പറഞ്ഞു, നീ നോക്കിക്കേ, നിനക്കറിയാമല്ലോ ഇതിൻ്റെ മുക്കുമൂലയല്ല, ഇതിപ്പോൾ എൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. എനിക്ക് മനസ്സുള്ളവന് ഞാൻ കൊടുക്കും, എന്നെ ഒന്ന് നമസ്കരിക്കാം. പക്ഷെ എനിക്ക് വലിയൊരു സന്തോഷം തോന്നി. അവൻ യേശുവിനോട് ഒരു കാര്യം പറഞ്ഞു, ഇങ്ങനെ എന്താ പറഞ്ഞതറിയാമോ? അവിടെ വാക്യം നിങ്ങൾ വായിച്ചാൽ അറിയാം. അവൻ ഇത് കാണിച്ചു പറഞ്ഞു, അവൻ ഈ അധികാരവും ഈ മഹത്വം വരാം എങ്കിൽ ഏൽപ്പിച്ചിരിക്കുന്നു. സ്തോത്രം എന്ന് പറയാം. എൻ്റെ നമ്മളോടെല്ലാം പറഞ്ഞിരിക്കുന്നത് എൻ്റേതാന്നാ. സാത്താൻ നമ്മളോട് പറയാം എൻ്റേതാന്ന് പറയും. പക്ഷെ ഇപ്പം മുമ്പിൽ നിൽക്കുന്ന ഒറിജിനൽ ഓണറോട് പറയാൻ നോക്കുമ്പോൾ എൻ്റേതാന്ന്. അതുകൊണ്ട് പറഞ്ഞത് എൻ്റെ ഏൽപ്പിച്ചിരിക്കുകയാണ്. റൈറ്റ്. ഹല്ലേലൂയ. ഒരു സമയം വരെ അവൻ്റെ കയ്യിൽ ദൈവം അനുവദിച്ച് വിട്ടുകൊടുത്തിരിക്കുക നമ്മൾ മുഖാന്തരം. എന്നാൽ ഒരു കാര്യം, അവൻ്റെ കയ്യിൽ വിട്ടുകൊടുത്തെങ്കിൽ ധൈര്യത്തോടെ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഇതിനെ തിരിച്ചു പിടിക്കാം. ഒന്ന്, അവനെ പ്ലീസ് ചെയ്യണം. ഹല്ലേലൂയ. രണ്ടാമത് അവൻ്റെ ഇന്ന് പിടിച്ചു മേടിക്കണമെങ്കിൽ നമ്മുടെ വിജയ് പാഷ അവൻ ഇവിടെ ഇരിക്കുക. വിജയ് പാഷ കണ്ടല്ലോ. വിജയ് പാഷ ഇവിടുന്ന് അവൻ വെളിയിലോട്ട് ഇറങ്ങി പോയ കോട്ടിന് പെട്ടെന്ന് ഒരാൾ വന്നിട്ട് വിജയ് പാഷയുടെ മൊബൈൽ പറിച്ചോണ്ടങ്ങ് പോയി. സ്വതന്ത്രം പാഷയെ കരയുമോ നിന്ന്? കൊച്ചു കരയുന്ന പോലെ കരയുമോ? അയ്യോ, പാസ്റ്ററുടെ ആത്മാവൊക്കെ അന്നേരം ഒന്ന് മാറി നിൽക്കും. ഹല്ലേലൂയ. നൈറ്റ് ഡ്യൂട്ടിയുടെ സമയമൊക്കെ അങ്ങ് മാറി നിൽക്കും. അയ്യോ, 1,00,000 രൂപയുടെ മൊബൈൽ അടിച്ചുകൊണ്ട് പോയ വെറുതെ ഇരിക്കുമോ? അകത്തെ മനുഷ്യനോടൊന്ന് ചാടി അവൻ്റെ കുത്തിന് കയറി പിടിച്ചേച്ച് പറഞ്ഞു, വെക്കടാ ഇവിടുന്ന്. ഹല്ലേലൂയ. പറഞ്ഞു മനസ്സിലായോ? അപ്പം രണ്ടാമത്തെ മാർഗം കുത്തിന് കയറി പിടിച്ച് ഇത് പിടിച്ചു മേടിക്കുക. ഞാൻ ചോദിക്കട്ടെ, ഈ കുഞ്ഞെന്താ എൻ്റെ കുത്തിന് കയറി പിടിക്കാഞ്ഞേ? ഹല്ലേലൂയ. അവൻ അതിന് പിടിക്കാനുള്ള ശക്തിയില്ല. മനസ്സിലായി? ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്നാൽ വിജയ് പാഷ പിടിച്ചതറിയാം. വിജയ് പാഷക്കറിയാം, ഞാൻ അവനെ പിടിച്ച് മേടിക്കാനുള്ള ശക്തി എനിക്കുണ്ട്. അപ്പൊ രണ്ടാമത്തെ മാർഗം അറ്റാക്ക് ചെയ്ത് മേടിക്കുക. ഹല്ലേലൂയ. ആരെ അറ്റാക്ക് ചെയ്യണം? നിന്റെ നന്മയെ പിടിച്ചു വെച്ചിരിക്കുന്ന, നിന്റെ അനുഗ്രഹത്തെ പിടിച്ചു വെച്ചിരിക്കുന്ന, നീ നിന്റെ തലമുറയും അനുഭവിക്കുന്ന അവൻ അനുഗ്രഹത്തെ പിടിച്ചു വെച്ചിരിക്കുന്ന പൈസ ശക്തിയെ അറ്റാക്ക് ചെയ്യാൻ ശക്തിയുള്ള എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? നമ്മുടെ പിതാക്കന്മാർ ഒരു കാലത്ത് അങ്ങനെ ശക്തി പ്രാപിച്ചവരായതുകൊണ്ട് തലമുറ നന്മ പ്രാപിക്കാൻ ഈ ദേശത്ത് വന്നിരുന്ന് ദൈവത്തെ സ്തുതിക്കുന്നത് തിരിച്ചറിഞ്ഞ് ഈ ദിവസങ്ങളിൽ സാത്താനെ അറ്റാക്ക് ചെയ്യാൻ നീ ശക്തി പ്രാപിച്ചില്ലെങ്കിൽ നിന്റെ നന്മകൾ പലതും നിന്റെ കരത്തിൽ വരാതെ പോകുന്നത് നീ കണ്ടുകൊണ്ടിരിക്കേണ്ടി വരും. സ്വോത്രം. പാസ്റ്റർമാർ സ്വോത്രം പറഞ്ഞിട്ടല്ല സ്വോത്രം പറയുന്നത്. വെറുതെ ഇരുന്നല്ല വചനം കേൾക്കേണ്ടത്. വചനം കേൾക്കുമ്പോൾ ആത്മാവിൽ കത്തുമ്പോൾ ഈ വചനം നിന്നെ ശക്തീകരിക്കാൻ ഇടയാകും. എന്തിനാണെന്നറിയാമോ? പാസ്റ്റർക്കൊരു സ്വോത്രം പറഞ്ഞു പോകാനല്ല. നീ വചനം പറയുമ്പോൾ, വചനം കേൾക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകും. ഇന്ന് പകൽ ശക്തി പ്രാപിക്കുന്ന എത്ര പേര് വിടിയിരിപ്പുണ്ട്? അവരൊന്ന് ആത്മാവിൽ സ്വോത്രം പറ. വെറുതെ ഇരിക്കരുത്. നിന്റെ നന്മ പിശാച് കൊണ്ടുപോകരുത്. നിന്റെ ആരോഗ്യം പിശാച് കൊണ്ടുപോകരുത്. നിന്റെ പണം പിശാച് കൊണ്ടുപോകരുത്. ഈ തണുപ്പിനകത്ത് കിടന്ന് അധ്വാനിച്ചത് മുഴുവനും പിശാച് കൊണ്ടുപോകരുത്. നിന്റെ ആരോഗ്യം പിശാച് കൊണ്ടുപോകരുത്. നിന്റെ കുഞ്ഞുങ്ങളുടെ ബുദ്ധി പിശാച് കൊണ്ടുപോകരുത്. ഇന്നൊരു പകൽക്കാലം ആത്മാവിൽ ആരാധിച്ച് ശക്തി പ്രാപിച്ചത്. കൃപയുള്ളവരൊക്കെ യൗവനക്കാരൊക്കെ ആണല്ലോ ഇരിക്കുന്നത്. ഒന്ന് ആത്മാവി ദൈവത്തെ ഒന്ന് സ്തുതിക്കുന്നേ. ഇനി ആരോഗ്യം ദൈവത്തിനുള്ളതാ. ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, ഇന്റെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയോ ദൈവത്തിന് യാഗമായി കൊടുക്കുക. ആത്മാവിലൊന്ന് ആരാധിച്ചേറ്റട്. യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകുക. എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം ആത്മാവിലൊന്ന് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? ആത്മാവി പറകർത്താവേ, ഈ ശക്തി എനിക്ക് വേണോ? ഹല്ലേലൂയ.
ഉച്ചത്തിലുള്ള സ്തോത്രം പറഞ്ഞേ. നിങ്ങൾ ശ്രദ്ധിച്ചേ, നമ്മൾ അനുഭവിക്കേണ്ടത് ആരോഗ്യം, നമ്മൾ അനുഭവിക്കേണ്ട വേല ചെയ്യേണ്ട ശക്തി, സകലത്തിൽ വാഴേണ്ടതെല്ലാം നമ്മുടെ ഇന്ന് പോയി. ഹല്ലേലൂയ. എന്നാൽ ലോകത്തിൻ്റെ മനുഷ്യർ പലരും സാത്താനെ പ്ലീസ് ചെയ്ത് അവരിത് മേടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിനകത്ത് വന്ന ഞാനും നെയ്യും 50-50 നിന്നാൽ എൻ്റെ കുഞ്ഞെ ജയം കിട്ടത്തില്ല. ഇന്ന് പെന്തിക്കോസുകാരെ നോക്കിക്കൊണ്ട് പലരും ഭാരപ്പെടുന്ന തന്നെ. പെന്തിക്കോസിൻ്റെ ഭവനങ്ങളിലെല്ലാം പിശാച് കയറി അമ്മാനമാടിക്കൊണ്ടിരിക്കുക, നമ്മുടെ കുഞ്ഞുങ്ങളെ അമ്മാനമാടിക്കൊണ്ടിരിക്കുക. ഇന്ന് കർത്താവദാസൻ പറഞ്ഞല്ലോ, കുഞ്ഞുങ്ങളെ കുറിച്ചുള്ളൊരു ഭാരം എന്താണെന്നറിയാമോ? നമ്മളെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ഭാരപ്പെടേണ്ട വിഷയം, അവരെക്കുറിച്ച് ഭാരപ്പെടേണ്ട വിഷയം, നമ്മൾ പ്രാപിക്കേണ്ടുന്ന ശക്തി പ്രാപിച്ചില്ല. നമ്മളെക്കുറിച്ച് നമ്മുടെ പിതാക്കന്മാർ പ്രൗഡ് എടുക്കുന്നത്, എൻ്റെ കുഞ്ഞുങ്ങൾ അമേരിക്കയില, എൻ്റെ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ UK-ല, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പഠിത്തമുണ്ടെന്ന് അവർ പറയാൻ കാര്യം എന്നറിയാമോ? ഇല്ലായ്മയുടെ നടുവിലും വേദനയുടെ നടുവിലും പരാതികളുടെ നടുവിലും അവർ കൈവിടാതെ ദൈവത്തിൻ്റെ ശക്തി രാവും പകലും ഇരുന്ന് പ്രാപിച്ചവൻ്റെ തലമുറയാ. അതുകൊണ്ടാ അവർ നമ്മളെക്കുറിച്ച് മതിപ്പ് പറയുന്നതെങ്കിൽ, എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, ഞാൻ ആത്മാവിലൊരു ദൂത് പറയാ, നീ ശക്തി പ്രാപിച്ചില്ലെങ്കിൽ എത്ര വലിയ പെന്തിക്കോസുകാരനാണേലും പിശാചിനെ ജയിക്കാൻ പറ്റത്തില്ല. ഇതിന്റെ തലമുറ തന്നെ നിന്നെ വേദനിപ്പിക്കുന്ന ദിവസങ്ങൾ നിന്റെ മുമ്പിൽ വരും. നീ നേടിയത് മുഴുവനും വിട്ടുപോകുന്ന ദിവസം വരും. അതുകൊണ്ട് ആത്മാവിൽ പറയുക, വചനം പറയുമ്പോൾ റിസീവ് ചെയ്ത ദൈവത്തെ സ്തുതിച്ചോ. എന്ന് മുതലാണ് നമുക്ക് ദൈവസന്നിധി വരുമ്പോൾ വലിയ 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 പ്രൗഢ വന്നത്. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ മക്കൾ ഹല്ലേലൂയ ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങിയപ്പോൾ നമുക്കറിയാം, ഇവിടെ ഒരു വാക്ക് എഴുതിയിരിക്കുന്നു, യഹോവ തൻ്റെ ജനത്തിന് ശക്തി നൽകും. അപ്പോൾ സാത്താൻ ഇതെല്ലാം മറിച്ചുകൊണ്ട് പോയപ്പോൾ ദൈവം പറഞ്ഞു, ഞാനിനി ഒറ്റ കാര്യം ചെയ്യാൻ പോകുക, എനിക്കുള്ള ജനത്തെ ഞാൻ വേർതിരിക്കാൻ പോകുക. എനിക്കുള്ള ജനത്തെ ഞാൻ അങ്ങനെ പഴയ നിയമത്തിൽ ഒരു കൂട്ടരെ വേർതിരിച്ചതാ നമുക്കറിയാം. ഇസ്രായേൽ ജനം അബ്രഹാമിനോട് പറഞ്ഞു, നീ വിടേണ്ടതെല്ലാം വിട്ടിറങ്ങി നീ പറയുന്ന കൽപ്പനകൾ അനുസരിച്ച് വന്നാൽ, നിങ്ങൾ ആവർത്തന പുസ്തകം വീട്ടിൽ പോയി വായിച്ചോ, ഈ സകല അനുഗ്രഹവും നിന്റെ മേൽ വരും. പ്രൈസ് ദി ലോർഡ്. നിന്റെ അത് വായിപ്പിക്കാൻ സമയമില്ല. നീ അനുഗ്രഹത്തിൻ്റെ മേൽ അനുഗ്രഹം പ്രാപിക്കും. നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. നിന്റെ കൃഷി സമ്പത്ത് അനുഗ്രഹിക്കപ്പെടും. നിന്റെ എന്താ പറയുന്നത്, മാവ് ഉടയ്ക്കുന്ന അനുഗ്രഹിക്കപ്പെടും. വായിച്ചാൽ മതി. പിശാച് കൊണ്ടുപോയതാ, പക്ഷേ നിനക്ക് തിരിച്ചു തരാൻ പോകുക. എങ്ങനെ? എൻ്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും വിട്ടു തിരിയാതെ നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ എൻ്റെ വചനം ധ്യാനിച്ചുകൊണ്ട് നടക്കണം. നീ രാവും പകലും എൻ്റെ വചനം ധ്യാനിക്കണം. അങ്ങനെയെങ്കിൽ ഒരു കാര്യം പറയാം, ഞാൻ നിനക്ക് തന്ന അനുഗ്രഹം നിനക്ക് നിന്റെ തലമുറ മേലിൽ നിൽക്കും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അല്ലാതെ ഞായറാഴ്ച വന്നിട്ടോ അല്ലെങ്കിൽ കൺവെൻഷന് വന്നിട്ടോ നമ്മൾ ഞായറാഴ്ച പത്തനായി വിളമ്പിച്ചിട്ടോ അല്ല. ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ വചനത്തിനകത്തേക്ക് നമ്മൾ വരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ അങ്ങനെ ഇസ്രായേൽ മരത്തെക്കുറിച്ച് പറഞ്ഞു, എൻ്റെ ജനം, എൻ്റെ ജനം, എൻ്റെ ജനം. ആ ഇസ്രായേൽ മക്കളെ 40 വർഷം നടത്തിയപ്പോൾ ഞാനങ്ങ് ചിന്തിച്ചു പോയിട്ടുണ്ട്. അവിടെ ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്, 40 വർഷം മരുഭൂമിയിൽ കൂടി നടന്ന അവൻ്റെ ഇടയിൽ ഒരു ബലഹീനനും ഉണ്ടായില്ലെന്ന് സ്വത്രം പറയാൻ കഴിയുന്ന എത്ര പേരുണ്ടെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. 40 വർഷം മരുഭൂമിയിൽ കൂടെ നടന്നിട്ട് അവരുടെ ഒരു ബലഹീനൻ ഉണ്ടായില്ലെന്ന്. ഏസിക്കകത്ത് ജീവിക്കുന്ന നമ്മുടെ ബലഹീനത എന്നും ബലഹീനതയാ. എന്താ കാര്യം? ഒരു മടങ്ങി വരവിന് വേണ്ടി നമ്മൾ തയ്യാറാകണം. വിശ്വസിക്കുന്നവരൊന്ന് ദൈവത്തെ സ്തുതിച്ചേ. സ്തുതിക്കുന്നത് നേരിടുന്നവർക്ക് ഉചിതമാ. നിങ്ങൾ സ്വത്രം പറയുമ്പോൾ ഇതിൻ്റെ ഇരുട്ട് മാറുന്നതാ. ഈ വചനം പറയുമ്പോൾ നിങ്ങളോട് ഈ സ്വത്രം പറയുന്നത് പറഞ്ഞ കാര്യം എന്നറിയാമോ? നിങ്ങൾ വിചാരിക്കരുത് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുകയാണെന്നല്ല. വേദോസ്തവത്തിൽ എഴുതിയിട്ടുണ്ട്, അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഈ ദേശമെല്ലാം അവൻ്റെ അധീനമല്ല ഇരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനിവിടെ ഒന്ന് പ്രസംഗിച്ചാലും നിങ്ങളിങ്ങനെ സുഖമായിട്ട് അവിടെ ഇരിക്കുമ്പോൾ സ്വത്രം പറയാതെ റിസീവ് ചെയ്യുന്നില്ലെങ്കിൽ ഈ ഇരുട്ട് വന്ന് വ്യാപരിച്ച് നിങ്ങളുടെ മുമ്പിലോട്ടങ്ങ് നിൽക്കും. ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഈ വചനം
ദൈവവചനം നിങ്ങളുടെ അകത്തോട്ട് കയറത്തില്ല. പൗലോസ് പറയുന്നു, ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസിയുടെ ഹൃദയത്തെ എന്ത് ചെയ്യുക? കുരുടാക്കുക. സാത്താൻ്റെ പണ്ടത്തെ ഡ്യൂട്ടി എന്നാണെന്നറിയാമോ? ഞാൻ പറഞ്ഞു തരാം. അവൻ സാത്താനാകുന്നതിന് മുമ്പ് അവൻ ദൈവത്തിൻ്റെ തേജസ്സിനെ മറയ്ക്കുന്നവനെന്ന അവൻ്റെ പേര് മറയ്ക്കുന്ന കെരൂബെന്ന. എന്താ മറയ്ക്കുന്ന കെരൂബ്? വിശുദ്ധ ദേവാലയത്തിൽ ദൈവം ഇറങ്ങി വരുമ്പോൾ ദൈവത്തിൻ്റെ തേജസ് ഭയങ്കരമാണ്. ആ തേജസ് കൊച്ചു ഈ കെരൂബുകളിലേക്ക് വഹിച്ചാൽ അവർക്ക് നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ലൂസിഫറിനോട് പറഞ്ഞു, ഞാൻ ഇറങ്ങി വരുമ്പോൾ എൻ്റെ തേജസ്സിൻ്റെ പ്രഭ അങ്ങ് പുറത്തോ പുറകിലോട്ട് അടിക്കാതിരിക്കാൻ നീ ചിറക് വളർത്തി നിൽക്കണം. ഞാൻ നിന്നെ അതിനുവേണ്ടി അനോയിന്റ് ചെയ്യാം. സ്തോത്രം, സ്തോത്രം. ഈ അനോയിന്റിങ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം മനസ്സിലായോ? എന്തിനാണെന്നറിയാമോ? അനോയിന്റിങ് എന്ന് പറഞ്ഞത് ദൈവ തേജസ് വരുമ്പോൾ അത് നിലനിൽക്കാൻ തക്കവണ്ണം നിന്റെ മേൽ ഇറങ്ങുന്നതാണ് ദൈവശക്തി. സ്തോത്രം. അല്ലാതെ ദൈവസന്നിധി വന്നു കഴിഞ്ഞാൽ ദൈവം പറഞ്ഞു, മോശം പറഞ്ഞു, എന്നെ കണ്ടപ്പോൾ പിന്നെ ജീവിച്ചു പോലും ഇരിക്കത്തില്ല, പിസ്കെന്ന് തീർന്നു കിട്ടും. പ്രൈസലോ. എന്നാൽ നമ്മൾ അഭിഷേകം പ്രാപിക്കുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ കൃപാസനത്തിൽ ചെന്ന് നിൽക്കാൻ നമ്മളെ പ്രാപ്തിപ്പെടുത്തുന്നതാണ് ദൈവത്തിൻ്റെ അഭിഷേകമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അങ്ങനെങ്കിൽ ഇന്ന് പകൽക്കാലം നീ വെറുതെ ഇരിക്കരുത്. നിന്റെ നന്മകളുടെ ജയമെടുക്കാൻ, നീ ശക്തി പ്രാപിക്കാൻ കൃപാസനത്തിൻ്റെ അടുത്ത് ചെന്ന് നിന്ന് നീ ധൈര്യത്തോടെ പറയണം, എനിക്ക് നിന്റെ സഹായം വേണം. വിശ്വസിക്കുന്നവരുടെ ദൈവത്തെ സ്തുതിച്ചേ. അതുകൊണ്ട് അവനിങ്ങനെ മറച്ചുകൊണ്ട് നിൽക്കുക. ദൈവ തേജസ് അവന്റെ മേൽ വരും. അവനെ അനോയിന്റ് ചെയ്തു. അവൻ എഴുതിയിരിക്കുന്ന അനോയിന്റ് ചെറുബെന്ന, അനോയിന്റ് ചെറു. അവന് ശക്തിയുണ്ട്. പക്ഷേ അവൻ താഴെ വീണപ്പോഴും ഇവരുടെ പണി എന്നാണെന്നറിയാമോ? ഈ മറയ്ക്കുന്ന പരിപാടിയാണ്. മറയ്ക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ, ഞാനിവിടെ നിന്ന് പ്രസംഗം അങ്ങോട്ട് വിടുമ്പോൾ, വചനം അങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾ ശരിയായിട്ടുള്ള ശക്തിയിലല്ല ഇരിക്കുന്നെങ്കിൽ നിങ്ങളറിയുന്നില്ല, ഈ പുള്ളി മുമ്പിൽ കയറി ഇങ്ങനെ നിൽക്കുക. സ്തോത്രം. ഞാനിവിടെ ചങ്ക് പൊട്ടി തൊണ്ട കളഞ്ഞാലും ഇത് നിങ്ങളുടെ അകത്തോട്ട് കയറത്തില്ല. സ്തോത്രം, സ്തോത്രം. അകത്തോട്ട് വചനം കയറാതെ ഒരു സ്തോത്രം പോലും നമ്മുടെ വരത്തില്ല. ഹല്ലേലൂയ. ആത്മാവിൽ കത്തത്തില്ല. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? ദിവസം തോറും വചനം കേൾക്കുന്നുണ്ട്. കേട്ട് കഴിഞ്ഞ ഞായറാഴ്ച തോന്നുന്നു ഞങ്ങളുടെ കർത്താവിദാസൻ പ്രാർത്ഥിച്ചതുപോലെ ആമേൻ വചനം കേട്ട് തങ്ങളെ തന്നെ അല്ലേ, അങ്ങനെ വീട് പറഞ്ഞ് തങ്ങളെ തന്നെ ചതിക്കുക. ഇന്ന് നമ്മൾ തന്നെത്താൻ ചതിച്ച ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? തന്നെത്താൻ ചതിച്ച ആരെങ്കിലും ഇല്ല. ഭാര്യ ഭർത്താവിനെ ചതിച്ചിട്ടുണ്ട്, തിരിച്ചും ചതിച്ചിട്ടുണ്ട്, മാതാപിതാക്കളെ കുഞ്ഞുങ്ങളെ ചതിച്ചിട്ടുണ്ട്, നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ചതിച്ചിട്ടുണ്ട്. തന്നെത്താൻ ചതിച്ച ആരുമില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഞാനൊരു കാര്യം പറയാം, ഈ വചനം കേട്ടിട്ട് ഹല്ലേലൂയ നിങ്ങളിതിന് വില കൊടുക്കാതെ പോയാൽ നിങ്ങളെ തന്നെ ചതിച്ചുകൊണ്ട് നടക്കുക. അല്ലെങ്കിൽ മറന്നു പോകരുത്. അതിൻ്റെ റിസൾട്ട് വെളിപ്പെടുമ്പോൾ ആർക്കും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ദൈവം പറഞ്ഞു, പഴയ നിയമത്തിൽ എൻ്റെ ജനമായ ഇസ്രായേൽ അവർ 40 വർഷം നടന്നപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് അവരുടെ ഇടയിൽ ഒരു ബലഹീനനും ഉണ്ടായില്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അവൻ ഏദൻ തോട്ടത്തിൽ അവനെ ഒരു ബലഹീനനാക്കാതെ ഉണ്ടാക്കി ദൈവം തൻ്റെ ജനത്തെ വേർതിരിച്ച് പറഞ്ഞു, 40 വർഷം നീ ഇതിലേക്കൂടെ മരുഭൂമി കൂടെ നടന്നാലോ നിന്റെ ദേഹത്ത് ബലഹീനത ഉണ്ടാക്കാതെ വണ്ണം ആമേ നിന്നെ ശക്തീകരിക്കുന്ന ഒരു ദൈവശക്തി ഉണ്ടെന്ന് ആമേ തിരിച്ചറിയുന്ന എത്ര പേര് വിടിരിപ്പുണ്ട്. അതുകൊണ്ടാണ് 120-ാമത്തെ വയസ്സിൽ ആമേ മോശയെക്കുറിച്ച് മരിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അവൻ്റെ ദേഹബലം ക്ഷയിച്ചില്ല, അവൻ്റെ കണ്ണു മങ്ങിയില്ല. ഈ ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് ധൈര്യത്തോടെ പറയാ, നമ്മൾ ഇവിടെ വന്നിരിക്കുമ്പോൾ അവൻ മോശയ്ക്ക് ദേഹബലം ക്ഷയിക്കാഞ്ഞത് ഇസ്രായേൽ മക്കളുടെ നടുവിൽ അവരൊരു ബലഹീനൻ ഉണ്ടാകാൻ ഞാൻ കാര്യം എന്നറിയാമോ? അവര് തിന്നത് മന്നായ അവര് കുടിച്ചത് അവർ ദൈവത്തിന്റെ പാനീയമാ. അവര് മേഘസ്തംഭത്തിനകത്ത്, ഒന്നുകൂടെ പറഞ്ഞാൽ ദൈവ തേജസ്സിനകത്ത് അവര് കവറപ്പെട്ട് നിൽക്കുകയാ. അവര് തിന്നുന്നത് മന്ന, അവര് കുടിക്കുന്നത് തേജസ്സുള്ളത്. അവര് മേഘസ്തംഭം ദൈവകൃപയ്ക്കകത്ത് അങ്ങനെ നിൽക്കുന്നവനോട് ദൈവം പറയാ, നിനക്ക് ബലഹീനത വരുത്താതെ അവൻ സൂക്ഷിക്കുന്ന ദൈവശക്തിക്കായി ആത്മാവിലൊന്ന് സ്തോത്രം പറയാൻ കഴിയുന്നവർ അവൻ ആത്മാവിലൊന്ന് സ്തോത്രം പറ.
ഹല്ലേലൂയ. അല്ലേ, അവർ ഇസ്രായേൽ മക്കൾ മന്നയല്ലേ തിന്നത്? അതെ, ആ മന്നയാ. പക്ഷെ ഇപ്പൊ ഞങ്ങൾക്ക് മന്നയില്ലല്ലോ. അതേ കുഞ്ഞെ, ഞാനിപ്പോ തന്നുകൊണ്ടിരിക്കുന്നത് മന്നയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ മന്ന നിന്റെ അകത്തോട്ട് കയറിയാൽ, വചനമാകുന്ന മന്ന അകത്തോട്ട് കയറിയാൽ, അവരെ ക്ഷയിപ്പിക്കുന്നത് നിന്റെ അകത്തുനിന്ന് വിട്ടുമാറും. അവരെ ദ്രവിപ്പിക്കുന്നത് വിട്ടുമാറും. രോഗാത്മാവ് വിട്ടുമാറും. വിശ്വസിക്കുന്നവർ ഇന്ന് പകൽക്കാലം ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോ. ഇത് അനുഭവിക്കാനുള്ളതാ, ഇത് വിടുതൽ പ്രാപിക്കാനുള്ളതാ. ആമേൻ. നിന്റെ നന്മ ശത്രു കൊണ്ടുപോകരുത്, നിന്റെ പണം ശത്രു കൊണ്ടുപോകരുത്, നിന്റെ ആരോഗ്യം കൊണ്ടുപോകല്ല. ഒറ്റ കാര്യമേ ഉള്ളൂ, ദൈവസന്നിധി വരുമ്പോൾ വിട്ടുകൊടുത്തൊന്ന് ആരാധിച്ചു നോക്ക്. നമ്മൾ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുക, ശത്രു ജയമെടുത്തുകൊണ്ടിരിക്കുക. സഹോദരങ്ങളെ, പല കുടുംബങ്ങൾ വിലാപത്തിൻ്റെ ഭവനങ്ങളായി പെന്തിക്കോസിനകത്ത് മാറുമ്പോൾ, നമ്മുടെ പല പാട്ടുകളും പാടാൻ കഴിയാത്ത ഗതി വരുമ്പോൾ, ഞാൻ ആത്മാവിൽ നിങ്ങളോടൊരു ദൂത് പറയാം. ഈ വചനം ഏറ്റെടുത്തോ, ഇത് നമ്മുടെ കൂടെ നിൽക്കും. നമ്മുടെ അപ്പനും മാറും, അമ്മയും മാറും, അവസാനം ഡോക്ടറും കൈവിടും, സകലരും കൈവിടും. എന്നാൽ വചനം മാറാത്തതായി നമ്മുടെ കൂടെ നിൽക്കും. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ആമേൻ. അതുകൊണ്ട് ആമേൻ, പഴയനിയമത്തിൽ ആമേൻ ദൈവം പറഞ്ഞു, എൻ്റെ ജനം. ആമേൻ. അവർക്ക് ദൈവം ആമേൻ ഇതെല്ലാം കൊടുത്തു. എന്നാൽ വീണ്ടും അവർ അനുസരണക്കേട് കാണിച്ച് അവർ നഷ്ടപ്പെട്ടു പോയപ്പോൾ ദൈവം സകല ലോകത്തിൽ നിന്നും സകല ജാതിയിൽ നിന്നും മറ്റൊരു ജനത്തെ വേർതിരിച്ചു. ആ ജനമാണ് നമ്മൾ. ഹല്ലേലൂയ. അതിന് സകല ഗോത്രത്തിൽ നിന്നും ഭാഷകളിൽ നിന്നും വംശങ്ങളിലും അവൻ്റെ രക്തം തന്ന് നമ്മെ അവൻ വീണ്ടെടുത്ത് അവൻ്റെ സഭയായി, അവൻ്റെ മണവാട്ടിയായി തീർത്തിരിക്കുമ്പോൾ ഇന്ന് ദൈവം ആഗ്രഹിക്കുന്നത്, നിന്റെ മേലെ ശക്തി ഞാൻ പകരാൻ തയ്യാറാണ്. ആമേൻ. മനസ്സുകൊണ്ടൊന്ന് സ്വത്രം പറഞ്ഞിരിക്കുന്ന എത്ര പേരുണ്ട്? ആമേൻ. ആത്മാവിലൊന്ന് സ്വത്രം പറയുന്ന എത്ര പേരുണ്ട്? ആമേൻ. അല്പസമയം നിങ്ങൾ ദൈവസന്നിധിയിലോട്ടൊന്ന് ചെന്നേ, നിങ്ങൾ വാസ്തവമായി ഒന്ന് ചെന്നേ. നിങ്ങളുടെ നന്മ നിങ്ങളായിട്ട് കളയരുതേ, നിങ്ങളുടെ അധ്വാന ഫലം നിങ്ങളായിട്ട് കളയരുതേ, നിങ്ങളുടെ ജോലി നിങ്ങളായിട്ട് കളയരുതേ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി നിങ്ങളായിട്ട് കളയരുതേ. ഇത് ദൈവം പറഞ്ഞു, നിന്റെ കരത്തിലായിരിക്കുന്നത്. ആമേൻ. ദേശം എത്ര പ്രതിസന്ധി വന്നാലും, ദേശം മുഴുവനും അടച്ചു പോയാലോ, അവൻ എൻ്റെ ജനം അനുഗ്രഹം പ്രാപിക്കണം, എൻ്റെ ജനത്തിൻ്റെ തലമുറ അനുഗ്രഹം പ്രാപിക്കണം. അത് വിശ്വസിക്കുന്നവർ പറ ആമേൻ. ഇന്ന് പകൽക്കാലം എൻ്റെ മേലെ ശക്തി ഉണ്ടെന്ന് ഉറപ്പുള്ള എത്ര പേരുണ്ട്? ഇല്ലെങ്കിൽ ഇന്ന് പകൽക്കാലം കണ്ണീരോടെ ദൈവസന്നിധിയിൽ പറ, ഒരു തുള്ളി കണ്ണുനീര് വചനം കേൾക്കുമ്പോൾ നിന്റെ കണ്ണിൽ നിന്ന് പൊടിയട്ടെ, നിന്റെ അകങ്ങൊന്ന് കത്തട്ടെ. അവൻ കൈയടിച്ച് ബഹളം വെച്ചില്ലെങ്കിലും ഒരു തുള്ളി കണ്ണുനീര്, എൻ്റെ ദൈവം എന്റെ ശക്തി മടക്കി വേണോ, എനിക്ക് ഈ ശക്തി ഒന്ന് മടക്കി വേണോ, എന്റെ കുഞ്ഞുങ്ങൾക്ക് ഈ ശക്തി ഒന്ന് മടക്കി വേണോ. ആമേൻ. ഇന്ന് പകൽക്കാലം ആമേൻ ഈ പറയുന്നെങ്കിൽ ഞാൻ ആത്മാവി പറയാ, യഹോവ തന്റെ ജനത്തിന് ഇന്ന് പകൽ ശക്തി പകരാൻ പോകുകയോ. കൃപ ലഭിച്ച ദൈവജനം, ആ ശക്തി ആഗ്രഹിക്കുന്ന ദൈവജനം അല്പസമയം ദൈവത്തെ സ്തുതിച്ച് ഇന്ന് പകൽക്കാലം ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചിട്ട് പറ, എന്റെ അവകാശം ഞാൻ ശത്രുവിന് കൊടുക്കത്തില്ല, എന്റെ ആരോഗ്യം ഞാൻ ശത്രുവിന് കൊടുക്കത്തില്ല, എന്റെ പണം ഞാൻ സമ്പാദിക്കുന്നത് ശത്രുവിന് കൊടുക്കത്തില്ല, എന്റെ തലമുറയെ ഞാൻ ശത്രുവിന് കൊടുക്കത്തില്ല. ഞാൻ അറ്റാക്ക് ചെയ്യാൻ ഇന്ന് പകൽക്കാലം ദൈവശക്തി എന്റെ മേൽ വേണോ. ദൈവകൃപ വ്യാപരിക്കട്ടെ, ദൈവകൃപ വ്യാപരിക്കട്ടെ, ദൈവകൃപ വ്യാപരിക്കട്ടെ, അഭിഷേകം വ്യാപരിക്കട്ടെ. ഇന്ന് പകൽക്കാലം receive the power, receive the power, receive the power, receive the power. ആത്മാവിൽ ഏറ്റെടുക്കുക. ആമേൻ. ഈ ദിവസങ്ങളിൽ ദൈവത്തെ സ്തുതിക്കുക. സാത്താൻ മുഴുവനും പറിച്ചുകൊണ്ട് പോയി തിരിച്ചറിഞ്ഞ ദൈവം പറഞ്ഞു, എൻ്റെ ജനമാണ് നിങ്ങൾ, ഞാൻ നിങ്ങൾക്ക് ശക്തി പകരാൻ പോവാ, ഞാൻ നിങ്ങൾക്ക് ശക്തി പകരാൻ പോവാ. അവരെ സഹോദരങ്ങളെ, ഞാൻ വീണ്ടും പറയാം, യൗവനക്കാരെ വീണ്ടും പറയാം, നിങ്ങൾ ആത്മാവിൽ ശക്തി പ്രാപിച്ചില്ലെങ്കിൽ ആമേൽ നിങ്ങൾ നേടിയതെല്ലാം നിങ്ങളുടെ ഒന്നൊന്നായിട്ട് പോകുന്നൊരു കാലഘട്ടം മുമ്പിൽ നിൽക്കുക.
നിങ്ങൾ വിചാരിക്കരുത് ഇപ്പോഴൊക്കെ കിട്ടി നിൽക്കുമെന്ന്. ആമേൻ സംഭവിച്ചിട്ടല്ല ആമേൻ കരയാൻ തുടങ്ങേണ്ടത്. ആമേൻ ഈ ലോകത്ത് നടക്കുന്നത് കണ്ടുകൊണ്ട് കരയാൻ തുടങ്ങണം. ഹല്ലേലൂയ. കരയുന്ന എത്ര തലമുറ നമ്മുടെ മുമ്പിലുണ്ട്, പ്രാർത്ഥിക്കുന്ന എത്ര തലമുറ നമ്മുടെ മുമ്പിലുണ്ട്. ആമേൻ 5 മിനിറ്റ് 10 മിനിറ്റ് പ്രാർത്ഥിക്കുന്നവരല്ലേ നമ്മുടെ തലമുറ. സമയമില്ലെന്ന് പറഞ്ഞു ഓടരുത്. ശക്തി പ്രാപിച്ചില്ലെങ്കിൽ നമ്മുടേത് മുഴുവൻ ശക്തി കൊണ്ടുപോകും. അതുകൊണ്ടാണ് പൗലോസ് എഫേസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ ആമേൻ അതിൻ്റെ 6:10 വായിച്ച് എഫേസ്യ ലേഖനം ആമേൻ 1-2 കാര്യം കൂടെ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ ആമേൻ ആരാധിച്ചിരിക്കാൻ ആഗ്രഹിക്കുക. എഫേസ്യ ലേഖനം 6:10 വായിച്ചാട്ടെ. ശ്രദ്ധിച്ച് അവിടെ എഴുതിയിരിക്കുക, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും. ഫൈനലി ബി സ്ട്രോങ് ഇൻ ദ ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അടുത്തത് 2 11. ശ്രദ്ധിച്ച് അവിടെ എഴുതിയിരിക്കുക, ആമേൻ ആമേൻ പുട്ട് ഓൺ ദ ഫുൾ ആർമർ ഓഫ് ഗോഡ് so that you will be able to stand firm against the scheme of devil. ഞാനൊന്ന് നിർത്തി പറഞ്ഞോട്ടെ. എന്തുവാ സ്കീം ഓഫ് ഡെവിൾ? പ്രൈസ് ദി ലോർഡ്. അപ്പം ശത്രുവിന് എന്തുണ്ട്? സ്കീമുണ്ട്. ഈ സ്കീമിനെ കുറിച്ച് അറിയണമെങ്കിൽ കമ്പനി ജോലി ചെയ്യുന്നവർക്കറിയാം. ഓരോ സ്കീം കൊടുക്കും. സാത്താൻ എപ്പോഴും ഇരുന്ന് അറ്റാക്ക് ചെയ്യാൻ വരത്തില്ല കേട്ടോ. സ്തോത്രം. ഞാനൊരിക്കൽ എൻ്റെ പ്രാർത്ഥനാ മുറി ഇരിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് ദൈവാത്മാവിനോട് കാര്യം പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. സാത്താൻ നിങ്ങളെ നോക്കി പുച്ഛിക്കില്ലെന്ന് പറഞ്ഞു. പുച്ഛിക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ? പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ ബ്ലെയിം ചെയ്യില്ലെന്ന്. സാത്താൻ നിങ്ങളെ നോക്കി ബ്ലെയിം ചെയ്യില്ലെന്ന് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ വന്നിരുന്ന് ഞായറാഴ്ച വന്നേച്ച് നമ്മൾ ശക്തിയില്ലായിരുന്നു വെച്ച് ഒരു ചവിട്ടും, ഞങ്ങൾ പ്രസംഗിക്കാൻ കയറുമ്പോൾ ഒരു ചവിട്ടും, സാത്താനെ ചവിട്ടി പൽസിച്ച് വേളം വെച്ചൊക്കെ പോകുമ്പം പുറത്തുനിന്ന് സാത്താൻ പറയും, എടാ നീ എന്നെ ചവിട്ടുന്നത് വല്ല നടക്കുമോ? കാര്യം അടുത്ത മാസം ഞാനൊരു സ്കീം ഇടുന്നുണ്ട്. സ്തോത്രം. അതെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ ഈ UK മുഴുവൻ ഒരു വൈറസ് ഇടാൻ പോവുക, അല്ലെ കൊറോണ ഇടാൻ പോവുക. ആ കൊറോണയും വൈറസ് ഇടുമ്പോൾ എൻ്റെ സ്കീം വരുമ്പോൾ നീ നിൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളെല്ലാം ആശുപത്രിയിലും അകത്തും കയറി കിടന്നോണ്ടാ ഈ ഞായറാഴ്ച വരുമ്പോൾ ഈ ചവിട്ടി ഔട്ടുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ സാത്താനെ ജയിക്കാൻ കഴിയാത്തവൻ ചവിട്ടിയിട്ട് കാര്യമില്ല. ഹല്ലേലൂയ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സാത്താൻ സ്കീമിടുമ്പോൾ അവനെ ജയിക്കേണ്ടതിന് എൻ്റെ മേൽ ശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അതുകൊണ്ട് പൗലോസ് പറയുക, അവൻ്റെ സ്കീമിനെ ജയിക്കേണ്ടതിന്, അവൻ്റെ പദ്ധതിയെ ജയമെടുക്കേണ്ടതിന്, നമുക്കെതിരെ ഇടുന്ന, ദേശത്തിനെതിരെ ഇടുന്ന, നമ്മുടെ തലമുറകൾക്കെതിരെ ഇടുന്ന, ജോലിക്കെതിരെ ഇടുന്ന, ഇന്നിവിടെ എല്ലാം പ്രശ്നമെന്നല്ല പറഞ്ഞ് പ്രശ്നമായിക്കോട്ടെ. എന്നാൽ ഒരു കാര്യം ധൈര്യത്തോടെ പറ, ദേശം മുഴുവനും കൊട്ടിയടച്ചാലും തൻ്റെ ജനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? എനിക്കെതിരെ സ്കീമിട്ട ഞാനെതിരെ ജയമെടുക്കുന്ന വിശ്വസിക്കുന്നവർ ആത്മാവിലൊന്ന് സ്വതന്ത്രം പറഞ്ഞേ. അവിടെ പറയുക, ഈ സ്കീമിനെ ജയിക്കാൻ, ഞാൻ ഒന്നുകൂടെ ശാന്തമായിട്ട് പറയാം, ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ശക്തി പ്രാപിച്ചില്ലെങ്കിൽ സാത്താൻ്റെ സ്കീമിനെ ജയിക്കാൻ ഞാൻ പ്രസംഗിച്ച എനിക്കും കേട്ട നിങ്ങൾക്കും പറ്റില്ല. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ഈ ദിവസം കുത്തിയിരുന്ന് ദൈവശക്തി പ്രാപിച്ചോണം. പെന്തിക്കോസിനകത്ത് ഞായറാഴ്ച വന്നേച്ച് പോകരുതേ. പെന്തിക്കോസ് വലിയ പ്രശ്നത്തിലേക്ക് പോവുകയാണ്. എന്നാൽ ഞാനൊരു കാര്യം പറയാം, ഹല്ലേലൂയ, കുറേ വർഷങ്ങളേ ആയുള്ളൂ ഞാനും ഇങ്ങനെയൊക്കെ പ്രസംഗിച്ചു ഒത്തിരിയാ. പക്ഷേ സാത്താൻ്റെ സ്കീമിന് ജയിക്കാൻ പറ്റിയില്ല. എന്നാൽ എന്ന് വചനം എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ തുടങ്ങിയോ, ശക്തി എൻ്റെ ജീവിതത്തിൽ വന്നോ, അന്ന് മുതൽ ആമേൻ പടിപടിയായിട്ട് ദൈവം ജയം തന്നുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അതുകൊണ്ട് പറയുക, ആമേൻ ആമേൻ വചനം വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു, ദാറ്റ് യു ആമേൻ ഏബിൾ ടു സ്റ്റാൻഡ് ഫ്രം ദ ഫേം ഓഫ് ദ സ്കീം ഓഫ് ഡെവിൾ. ആമേൻ സാത്താൻ അടുത്ത് എഴുതിയിരിക്കുന്നത്, ആമേൻ 12ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. നമുക്ക് പോരാട്ടമുള്ളത് എഴുതിയിരിക്കുന്നത് എങ്ങനെ? ഫോർ അവർ സ്ട്രഗിൾ ഈസ് നോട്ട് അഗൈൻസ്റ്റ് ദ ഫ്ലെഷ് ആൻഡ് ബ്ലഡ്. നമുക്ക് സ്ട്രഗിൾ ഉണ്ട് മാഷേ, ഇവിടെ ജീവിക്കാൻ ആ സ്ട്രഗിൾ, ഇവിടെ UK ആ സ്ട്രഗിളിൻ്റെ കാര്യമല്ല. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ഞാൻ ഇരിക്കുന്ന ദേശത്ത് നമുക്കെതിരെ നന്മ തരാതിരിക്കാൻ
നമ്മളെ തകർത്ത് കളയാൻ ഒരുപക്ഷെ കുറച്ചു കാലം ഉണ്ടായിരിക്കുമ്പോൾ ഉയർച്ച വരുമ്പോൾ നമുക്കെതിരെ പദ്ധതിയിടുന്ന പൈശാചിക മണ്ഡലങ്ങൾ വേറെയുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഒന്ന് ഓടിച്ചു പറഞ്ഞ് ശങ്കിരിക്കാം. ആമേൻ. ദാനിയേലിൻ്റെ പുസ്തകം അതിൻ്റെ 10-ാം അധ്യായത്തിൽ ഇതിനോട് ചേർത്ത് വായിക്കാം. ദാനിയേൽ അതിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ആ മതി മതി. അപ്പൊ പാർസി രാജാവ് ആരാ? ഹു ഈസ് ദ കിങ് ഓഫ് പേഴ്സ്? ഹലോ, അറിയില്ല ഇവിടെ? ഉറക്കെ പറ. പാർസി രാജാവായ കോരസ്. അപ്പൊ പാർസി രാജ്യം ഭരിക്കുന്ന കോരസ് അല്ലേ? 11-ാം വാക്യം വായിച്ചേ. ഇനി 11-ാം വാക്യം. പാർസി രാജ്യത്തിന്റെ പ്രഭു 21 ദിവസം ശ്രദ്ധിച്ചേ. മുമ്പേ എന്നാ പറഞ്ഞത്? പാർസി രാജ്യത്തിന്റെ രാജാവ്. ഇപ്പോഴാ പറയുന്നേ പാർസി രാജ്യത്തിന്റെ. അപ്പൊ രണ്ട് രാജാക്കന്മാരോ? താട്ട് വായിച്ചേ. അടുത്തു വായിച്ചേ. പാർസി രാജ്യത്തിന്റെ പ്രഭു 21 ദിവസം എന്നോട് എതിർത്തു നിന്നു. എങ്കിലും പ്രധാന പ്രഭുക്കന്മാരിൽ മീഖായേൽ എന്നെ സഹായിപ്പാൻ വന്നു. അവനെ ഞാൻ താഴെ എഴുതിയിരിക്കുന്നുണ്ടോ? അവനെ ഞാൻ പാർസി രാജാക്കന്മാരോട് കൂടെ നിർത്തി. പാർസി രാജ്യത്തിന്റെ രാജാവാരാ? പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നു പാർസി രാജ്യത്തിന്റെ രാജാക്കന്മാർ. അപ്പൊ എത്ര പേരാ രാജ്യം ഭരിക്കുന്നേ? പറയാം. പാർസി രാജ്യത്തിലെ വിസിബിൾ ആയിട്ടുള്ള കിങ് ആണ് കോരസ്. പക്ഷേ ഈ കോരസിനെയും ആ സാമ്രാജ്യത്തെ നിയന്ത്രിക്കുന്ന ഒരു ഇൻവിസിബിൾ പവർ ഉണ്ട്. സ്തോത്രം. പൈശാചിക രാജാക്കന്മാർ. അവനാണ് തീരുമാനിക്കേണ്ടത് ഇവിടത്തെ നിയന്ത്രണം എങ്ങനെയാണെന്ന്. രക്ഷിക്കപ്പെടാത്തവന്റെ നിയന്ത്രണം അവന്റെ മേല. ഈ ദാനിയേൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ പറഞ്ഞു, വേണ്ട, ഈ പാർസി രാജ്യത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും വേണമെങ്കിൽ ഭരിക്കുന്ന ഞങ്ങൾ തീരുമാനിക്കണം. സ്വോത്രം സ്വോത്രം സ്വോത്രം. എന്നോടുണ്ടോ വല്ലവരും ഇവിടെ? പക്ഷേ ദാനിയേൽ പറഞ്ഞു, ആമേനല്ല, ഞാൻ ദൈവത്തിന്റെ പൈതലാ, എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയേ തീരൂ. ആമേൻ. ഉടനെ ദൈവം അവൻ മീഖായേലിനെ വിട്ടിട്ട് പറഞ്ഞു, പാർസി രാജാവല്ല ദൈവ പൈതലിന് കൊടുക്കുന്നത്, അത് എൻ്റെ അവകാശമാ. ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ദൈവം എനിക്ക് തരുന്നതാണ്, ഞാൻ ദൈവത്തിന്റെ പൈതല? അത് വിശ്വസിക്കുന്നവർ അറിയാതെ സ്വോത്രം പറയുമെന്നേ, അറിയാതെ ആരാധിക്കുമെന്നേ, അറിയാതെ ദൈവത്തെ സ്തുതിക്കുമെന്നേ. എന്നാ കാര്യം? പലരുടെ നന്മകളെ ഈ പിശാച് മുടക്കിയപ്പോൾ ദൈവം നിനക്ക് അനുകൂലമായി നിന്നെങ്കിൽ ആ ദൈവത്തെ ഒന്ന് ആരാധിക്കാൻ നിന്റെ നാവ് ചലിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോൾ ചലിക്കാനാ? ഇവൻ പറഞ്ഞു, ദാവീദ് പറഞ്ഞു, അല്ല ദാനിയേൽ പറഞ്ഞു, പ്രാർത്ഥിക്കുകയാ 21 ദിവസം തടഞ്ഞവനെ. അങ്ങനെങ്കിൽ ദിവസങ്ങൾ ഓർത്തോ, ഈ ദേശത്തിന്റെ മേൽ കിങ്സ് ഉണ്ട്, ഇൻവിസിബിൾ കിങ്. നിങ്ങളുടെയും എൻ്റെ നന്മകളെ മുടക്കാതിരിക്കണമെങ്കിൽ ഒറ്റ കാര്യം ചെയ്യണം, ഒടുവിൽ കർത്താവിലും അവൻ്റെ ആമീത ബലത്തിലും ശക്തിപ്പെടണം. ഹല്ലേലൂയ. ആ സങ്കീർത്തനത്തിലേക്ക് മടങ്ങി വന്ന് പറയാം, യഹോവ തൻ്റെ ജനത്തിന് ശക്തി നൽകും. ഇനി എങ്ങനെയാ ശക്തി നൽകുന്നത്? അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 29-ന്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ച. 1-ാമത്തെ വാക്യം. ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പിൻ. ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പിൻ. യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുപ്പിൻ. ശ്രദ്ധിച്ചേ. ഞങ്ങൾ പ്രസംഗിക്കുന്നത് ഞങ്ങളിരുന്ന് തൊണ്ടറിഞ്ഞ് പറയുന്ന കാര്യമല്ലത്. ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പീൻ. എന്തോ കൊടുക്കണം? ആരുടെ മഹത്വം? ആരുടെ ശക്തി? നിന്റെ ശക്തി. യഹോവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുക്കണം. എന്നതാ? നിന്റെ ശക്തി നീ അങ്ങോട്ട് കൊടുക്കുമ്പോൾ ദൈവം തൻ്റെ ശക്തി ഇങ്ങോട്ട് പകരും. പറഞ്ഞ് മനസ്സിലായോ? ഹല്ലേലൂയ. വീണ്ടും ഞാൻ പറയാം, വചനം കേൾക്കുമ്പോൾ ആമേൻ ക്ഷീണിച്ചിരുന്ന എനിക്ക് നമുക്കറിയാം, ഉറക്കത്തിൽ നിന്നൊക്കെ വൈകിട്ട് വന്നവരുണ്ട്. എന്നാൽ ശാന്തമായിട്ട് പറയാം, നീ അങ്ങോട്ട് കൊടുക്കാതെ ഇങ്ങോട്ട് കിട്ടത്തില്ല.
കിട്ടത്തില്ല. ഞായറാഴ്ച ഒരു 2 മണിക്കൂർ ആരാധിക്കാൻ വരുമ്പോൾ മറ്റു പലതെല്ലാം മറന്നിട്ട് അവൻ്റെ മുമ്പിൽ നിന്റെ ശക്തിയും നിന്റെ അവനക്കുള്ളതെല്ലാം കൊടുക്കാനിടയാകണം. എന്നാൽ ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പീൻ, യഹോവയ്ക്ക് ശക്തിയും മഹത്വം കൊടുപ്പീൻ. അങ്ങനെ കൊടുക്കുമ്പോൾ ദൈവം പറയുക, യഹോവ തൻ്റെ ജനത്തിൻ്റെ മേൽ ശക്തി പകരും. ഹല്ലേലൂയ. തൻ്റെ ജനത്തിൻ്റെ മേൽ ശക്തി പകരുക മാത്രമല്ല, നിങ്ങൾ അധ്വാനിക്കുന്ന നന്മയൊന്നും പോകാതെ, നിങ്ങളുടെ ആരോഗ്യം നഷ്ടപ്പെടാതെ, നിങ്ങൾക്ക് വേദസ്വതിരിക്കുന്ന പോലെ സ്വോത്രത്തോടെ അനുഭവിക്കുന്നെങ്കിൽ ഒന്നും വർജിക്കണ്ട, എല്ലാം അനുഭവിക്കാൻ തക്കവണ്ണം ദൈവം നമുക്ക് നൽകി തരും. ഞാൻ ആത്മാർത്ഥമായി ചോദിക്കട്ടെ, ഏതാണ് നിങ്ങൾക്കും എനിക്കും വേണ്ടത്? എല്ലാവരും കണ്ണുകളടച്ച് ഒരു നിമിഷം സ്തോത്രത്തോടൊന്ന് എഴുന്നേൽക്കാമോ? ഒരു ശിരടി പാട്ടുപാടി നമ്മൾ ദൈവത്തെ ഒന്ന് ആരാധിച്ച് അവസാനിപ്പിക്കാൻ പോകുക. എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നിങ്ങളുടെ കണ്ണുകളൊന്ന് അടച്ച് ഞാൻ പറഞ്ഞ വചനത്തൊന്ന് ശ്രദ്ധിച്ച് എല്ലാവരും കണ്ണുകളടയ്ക്കുക. ഒന്ന് ശ്രദ്ധിച്ച് ഒന്ന് കണ്ണുകളടച്ച് എല്ലാവരും ഒന്ന് സ്തോത്രം പറഞ്ഞ്, നിങ്ങൾ ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പീൻ, യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുപ്പീൻ. എല്ലാവരും ഒന്ന് കൊടുത്താട്ട്. ഞാൻ പറഞ്ഞല്ലോ, വചനമാണ് പറയുന്നത്. നിങ്ങളുടെ എല്ലാ വാകളൊന്ന് തുറക്കട്ടെ. എൻ്റെ സഹോദരിമാരെ, സഹോദരന്മാരെ, ദൈവത്തിന് വചനത്തിൽ റെസ്പോണ്ട് ചെയ്യുക. നിങ്ങൾക്ക് ആരോഗ്യം ദൈവം തന്നിട്ടില്ലേ? നിങ്ങളുടെ നാവിന് ദൈവം ബലം തന്നിട്ടില്ലേ? സംസാരിക്കാൻ ദൈവം ബലം തന്നിട്ടില്ലേ? ഓഫീസിൽ എന്തുമാണ് സംസാരിച്ചു, എന്തെല്ലാം നമ്മൾ ദൈവത്വം ലോകത്തിന് വേണ്ടി സംസാരിച്ചു. പണം സമ്പാദിക്കാൻ സംസാരിച്ചില്ലേ? എവരിബഡി ക്ലോസ് യുവർ ഐസ്. സ്ക്വയറോടെ പാടിക്കോട്ടെ. എല്ലാവരും ക്ലോസ് ചെയ്തേ. എല്ലാവരും ഉയരത്തിലേക്കൊന്ന് നോക്കിക്കേ. കരങ്ങൾ ഉയർത്താൻ പറ്റുന്നവർ ഉയർത്തിക്കോ. അത് നിങ്ങളുടെ റെസ്പോണ്ടാ, ഞാൻ പറഞ്ഞിട്ടല്ല.